നമ്മൾ പല കർഷകരും നമ്മളുടെ കൃഷിഭവനങ്ങളിലും ഇവിടെയൊക്കെ വന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. എനിക്ക് മോട്ടോർ പമ്പ് സെറ്റ് വേണം, അല്ലെങ്കിൽ അർബന വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്പ്രെയർ വേണം, അപ്പോൾ അതിന് സബ്സിഡി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പല ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ സ്മാമിൻ്റെ പദ്ധതിയിൽ അപേക്ഷിച്ചോളൂ, ഇപ്പോൾ സ്മാമിൽ തുടങ്ങുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ അതിൽ കുറേ ആളുകൾക്ക് അവ്യക്തത ഉണ്ട്. ഇത് എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, ഏത് രീതിയിലാണ്, ഇതിലൂടെ ഏതൊക്കെ മെഷീനറീസ് കിട്ടും എന്നുള്ള കുറേ കാര്യങ്ങളിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്. പൈസ കിട്ടുമോ, എത്ര ശതമാനം വരെ കിട്ടും, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മുടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സ്മാം, സബ് മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഭയങ്കര കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നമ്മളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് മറ്റു അക്ഷയ കേന്ദ്രത്തിൻ്റെയോ മറ്റു സേവന കേന്ദ്രങ്ങളുടെയോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് തന്നെ അത്യാവശ്യം ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജും ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാം. അല്ലെങ്കിൽ CSC സെൻ്ററുകളോ അക്ഷയ സെൻ്ററുകളോ സേവന കേന്ദ്രങ്ങളോ പോലുള്ള സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഈ വർഷത്തെ നമ്മളെ 2025-26 സാമ്പത്തിക വർഷത്തിലെ സ്മാം പദ്ധതി ഡിസംബർ 31, 2025 ഡിസംബർ 31 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മെഷീനറീസ് വാങ്ങേണ്ട ആളുകൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ സ്മാം പദ്ധതിയെക്കുറിച്ച് പറയുന്നത്, അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അതിലിപ്പോൾ ഒരാൾക്കൊരു 100 രൂപ സബ്സിഡി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 60 രൂപ സെൻട്രൽ ഗവൺമെൻറ്റും 40 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് കൊടുക്കേണ്ടത്. ആ രീതിയിലാണ് ഈ പദ്ധതി വരുന്നത്. ഈ പദ്ധതിയിൽ മെയിനായിട്ട് 3 വിഭാഗങ്ങളായിട്ട് നമ്മളെ കർഷകരെ നമുക്ക് തിരിക്കേണ്ടി വരും. ഒന്ന്, ഒരു വ്യക്തിഗത കർഷകൻ, അയാൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഏതെല്ലാം രീതിയിൽ. മറ്റൊന്ന്, FPOകളുണ്ട്. നമ്മളിപ്പോൾ പഞ്ചായത്തുകളും ബ്ലോക്കുകളും ഒക്കെ കേന്ദ്രീകരിച്ച് വ്യത്യസ്ത പദ്ധതികളിലായിട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസ്, പാടശേഖര സമിതികൾ, അതുപോലെ കാർഷിക മേഖലയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. ഇവരെ ഉൾപ്പെടുത്തുന്ന മറ്റൊരു ഘടകം അതിൽ വരുന്നുണ്ട്. മറ്റൊന്ന്, നമ്മളെ കസ്റ്റം ഹയറിംഗ് സെൻ്ററുകൾ പോലെ ഒരു കാർഷിക മേഖലയിൽ സംരംഭം തുടങ്ങുന്ന, വാടകക്കൊക്കെ മെഷീനറീസൊക്കെ വാങ്ങിയിട്ട് വാടകക്ക് കൊടുക്കുന്ന രീതിയിൽ ഉള്ള ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കാർഷിക മേഖലയിൽ എൻ്റർപ്രണർഷിപ്പൊക്കെ തുടങ്ങുന്ന ആളുകൾ മെഷീനറി വാങ്ങും. ഇത്തരം 3 രീതിയിലുള്ള ആളുകൾക്ക് ഈ പദ്ധതി വഴി അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് വേണ്ട കാര്യം, അയാൾക്ക് ഒരു 1/2 സെൻറ്റെങ്കിലും അയാളുടെ പേരിൽ ഒരു നികുതി ഷീറ്റ് വേണം. ഇപ്പോൾ പല ആൾക്കാർക്ക് സംശയം അതാണ്, എനിക്കിപ്പോൾ 5 സെൻറ്റേ ഉള്ളൂ അല്ലെങ്കിൽ 10 സെൻറ്റേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ പേരിൽ ഭൂമി ഉണ്ടായിരിക്കണം. അത് എത്രയാണ് മിനിമം എന്നുള്ളത്, ഒരു 1/2 സെൻറ്റെങ്കിലും ഭൂമിയുള്ളത് മുതൽ എത്ര ഭൂമിയുള്ളത് വരെയുള്ള ആളുകൾക്കും അതിൽ അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. നമ്മളിപ്പോൾ ചെറുകിട നാമമാത്ര കർഷകർ, ഒരു മിഡിൽ ലെവൽ കർഷകർ, നമ്മളുടെ വൻകിട കർഷകർ, അങ്ങനെ വ്യത്യസ്തമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് സബ്സിഡിയിലാണ് വ്യത്യാസം വരിക. അപ്പോൾ എത്ര ചെറുകിട കർഷകനാണെങ്കിൽ പോലും ഇതിൽ അപേക്ഷിച്ച് ഈ മെഷീനറികൾ ലഭ്യമാക്കാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കതൊരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വെബ്സൈറ്റിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറയാം, എന്നിട്ട് ഈ പദ്ധതിയെക്കുറിച്ച് പറയാം. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ഒരു സ്ഥലം, ആളുടെ വ്യക്തിയുടെ പേരിലുള്ള സ്ഥലത്തിൻ്റെ നികുതി റെസിപ്റ്റ്, കരമടച്ച റെസിപ്റ്റ് വേണം. അതുപോലെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ആ വ്യക്തിക്ക് നിർബന്ധമായിട്ടും ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ആളുടെ പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, NRI ബാങ്ക് അക്കൗണ്ടുകൾ ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ, DBT വഴിയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത് NRI അക്കൗണ്ടുകളിലോട്ട് ഒരിക്കലും നമുക്ക് DBT വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, പിന്നെ SC വിഭാഗമോ ST വിഭാഗത്തിലോ പെട്ട ആളുകളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും വേണം. ഇത്രയും സാധനങ്ങളെ ഒരാൾക്ക് വേണ്ടതുള്ളൂ. ഇതൊക്കെ അധികം നമ്മുടെ ആളുകളുടെയും കയ്യിലുള്ള സാധനങ്ങളാണ്. പിന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമുക്ക് സബ്സിഡി കിട്ടാൻ കുറച്ച് വൈകിയിരുന്നു. ചില ആളുകൾക്ക് 6 മാസം മുതൽ 1 വർഷം, 1.25 വർഷം വരെയൊക്കെ ഡിലേ വന്നിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ
ഫണ്ടിൻ്റെ ചെറിയൊരു അപര്യാപ്തത ഉണ്ടായിരുന്നു. ഈ വർഷം നമ്മളുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നൊക്കെ ഉള്ള നിർദ്ദേശം വെച്ചിട്ട് ഫണ്ടിന് വലിയ പര്യാപ്തത ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പം തന്നെ അലോക്കേഷൻ്റെ ഏകദേശം 25% ഫണ്ട് പാസ്സായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മാക്സിമം കർഷകർ ഇത് ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ട ഗുണനിലവാരമുള്ള മെഷീനറീസ് നല്ല ഡീലറെ കണ്ടെത്തി അവരുടെ കയ്യിൽ നിന്നും നല്ല ഗുണനിലവാരം ഉറപ്പാക്കിയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കും. എന്തെല്ലാം മെഷീനുകളാണ് മെഷീനറീസ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ തോട്ടി, ഇപ്പോൾ തോട്ടി ഫൈബറിൻ്റെ തോട്ടി, അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തോട്ടി, ലാഡർ, കോണി, അതുപോലെ അർബന, പിന്നെ സ്പ്രേയറുകൾ. അത് തന്നെ ഞാൻ പറഞ്ഞ കുറ്റിപ്പമ്പൊക്കെ ആണെങ്കിൽ സബ്സിഡി കുറവാണ്. എന്നാൽ നമ്മളെ ബാറ്ററി ഓപ്പറേറ്റഡ് സ്പ്രേയർ അല്ലെങ്കിൽ ഹൈ പവർ സ്പ്രേയറുകൾ, പിന്നെ നമുക്ക് വരുമ്പം ഗാർഡൻ ടില്ലർ, നമ്മളെ ചെറിയ പറമ്പൊക്കെ കിളക്കാൻ പറ്റിയ രീതിയിലുള്ള, അല്ലെങ്കിൽ പവർ ടില്ലർ ഉണ്ട് കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ട് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാക്ടറുകൾ വാങ്ങാം, അല്ലെങ്കിൽ നമ്മളുടെ കൊയ്ത്തുമതി യന്ത്രങ്ങൾ, അത്തരം രീതിയിലുള്ള കാർഷികമായിട്ട് ബന്ധപ്പെട്ട എർത്ത് ഓഗർ, അങ്ങനത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇംപ്ലിമെൻറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് വാങ്ങാനുള്ള അവസരമുണ്ട്. അതുപോലെ കാർഷിക മൂല്യവർദ്ധനവിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മളെപ്പോഴും പറയാറുണ്ട് കാർഷിക മേഖല നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിറ്റാൽ മാത്രമേ നമുക്ക് കൂടുതൽ ലാഭകരമാക്കാൻ പറ്റൂ എന്നുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഡ്രൈയേഴ്സ്, ഇപ്പോൾ ജാതി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കുരുമുളക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരം കൊപ്രയൊക്കെ വേണ്ട അതിൻ്റെ ഡ്രൈയേഴ്സ്, അത് നമുക്ക് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി പൊടിയാക്കി മാറ്റണമെങ്കിൽ വേണ്ട അരിക്കുള്ള പൾവറൈസർ, അല്ലെങ്കിൽ മില്ലിന് വേണ്ട മറ്റു എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ഡീലേഴ്സ് എന്നുള്ളതൊക്കെ നമ്മൾ ആ സിറ്റിസൺ കോർണറിൽ പോയി നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മാക്സിമമായിട്ട് ഡ്രൈയറുകൾ വരുന്നുണ്ട്, പിന്നെ ട്രാക്ടർ, പവർ ടില്ലർ, പിന്നെ അത്തരം കാർഷിക മേഖലയിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഇംപ്ലിമെൻറ്റ്സും നമ്മൾക്ക് ഈ വെബ്സൈറ്റിൽ വരുന്നുണ്ട്. പ്രോസസ്സിങ്ങിനും അതുപോലെ തന്നെ പ്ലാന്റിങ്ങിനും ഒക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ മെഷീനറീസും വരുന്നുണ്ട്. പമ്പ് സെറ്റൊക്കെയാണ് കുറച്ച് ആളുകൾക്ക് വേണ്ടി വരിക, അതും അതിൽ വരുന്നുണ്ട് വ്യത്യസ്ത HP-യിലുള്ള. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ സിറ്റിസൺ കോർണറിൽ നോക്കിയാൽ മനസ്സിലാക്കാം. ഇനി വീട്ടിൽ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അക്ഷയ സെൻറ്ററോ അല്ലെങ്കിൽ നമ്മളുടെ CSCകളോ അല്ലെങ്കിൽ സേവന കേന്ദ്രങ്ങളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് ഇത് ചെയ്യാൻ പറ്റും.